ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയും ഒരു ആപ്ലിക് വർക്ക് ഡിസൈൻ തന്നെയാണ്. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിന് മുമ്പ് കാണിച്ച ഡിസൈൻസിനെക്കാട്ടിയൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ജസ്റ്റ് ഒരു ഫ്ലവർ ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം വീഡിയോ ചെന്നിട്ട് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ബ്ലൗസ് മെറ്റീരിയൽ അല്ലേ, നമ്മുടെ 2x2 ആ ക്ലോത്താണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. സോ ഇതിനകത്തൊരു നമുക്ക് ഫ്ലവറിൻ്റെ സൈസ് എത്രയാണോ ആവശ്യമുള്ളത് അത് ഏത് സൈസാണെങ്കിലും നമുക്കിത് എടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ സൈസ് എത്രയാണെന്നൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാതിരുന്നത്. ഒരു റേഡിയസ് ഒരു 3 ഇഞ്ച് വരുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെക്കാട്ടി ചെറിയ മൊത്തത്തിൽ ഒരു 1.5 ഇഞ്ചൊക്കെ റേഡിയസ് വരുന്ന രീതിയിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാനിതിനെ 6 പോർഷൻസ് ആയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. 6 പെറ്റൽസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ മടക്കുകളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഒറ്റയടിക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഓരോ സെക്ടറില്ലേ, ഈ ഓരോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇതേമാതിരി ഒന്ന് കർവായിട്ട് ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വേറെയും ഫ്ലവർ ഇതേമാതിരി സിമ്പിളായിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആപ്ലിക് വർക്കിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതേപോലെ വന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 8 പെറ്റൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 8 മടക്കിയിട്ട് അതിനുള്ളിൽ ഇതേമാതിരി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ 8 പെറ്റൽസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ 6 പെറ്റൽസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് 6 മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതും നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഡ്രസ്സിലോ ഇതിലൊന്നും അല്ല ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് ഏത് ഫാബ്രിക്കിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഇതേമാതിരി ഓരോ പെറ്റൽസിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ജസ്റ്റ് കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത്. അതേപോലെ ഒന്ന് കുത്തി തുന്നി കൊടുക്കുക. ആ പൊസിഷൻ നമ്മൾ ചെയ്ത് വരുമ്പോൾ പൊസിഷൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് 2-3 ഡോട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കുത്തിയിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന് മുന്നേ കാണിച്ചതിലൊക്കെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് സ്റ്റിക്കായി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ കൂടി സൂചി കയറാണ്ട് അത് ഡ്രൈ ആയ ഭാഗത്ത് സൂചി കയറാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മുന്നേ ഉള്ള ഡിസൈൻസിലൊന്നും ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യണതിനെ പറ്റി പറയാതിരുന്നത്. ഇത് പക്ഷേ ഓരോ പെറ്റൽസ് നല്ല വലിപ്പത്തിലുള്ളതായതുകൊണ്ട് സെൻറ്ററിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഈ കുത്തി തുന്നിയ മാതിരി ഉള്ളൊരിടത്ത് മാത്രം 2 ഡോട്ട് ഈ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് കൈ വെച്ചിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉള്ളിലോട്ട് ജസ്റ്റ് കൊടുത്തിട്ട് അടുപ്പിച്ച് തുന്നുക. എത്ര അടുപ്പിച്ച് തുന്നാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. സോ ഇതേപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഇതിപ്പോൾ ഇതിനുള്ളത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളിലോട്ട് മടക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരു 3 mm 4 mm മാക്സിമം, അതിൽ കൂടുതലൊന്നും മടക്കണ്ട. പിന്നെ ഈ പോയിൻറ്റഡ് പോർഷൻ കറക്റ്റായിട്ട് പോയിൻറ്റഡ് ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ എന്താ പറയുക, നമുക്കിപ്പോൾ പ്രിൻറ്റഡ് ഫാബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഞാൻ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നതിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ പ്രിൻറ്റഡ് ഫാബ്രിക്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ചെറിയ മോട്ടിഫ് മാതിരി ഇതേമാതിരി ഫ്ലവേഴ്സായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ കോർണർ മാതിരി ഇരിക്കുന്ന ഭാഗത്ത് ഒരു പ്രാവശ്യം കൂടി കുത്തി തുന്നി കൊടുക്കുക. സാധാരണ ഒരു പ്രാവശ്യം അല്ലാണ്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒന്ന് കുത്തി തുന്നേണ്ടതാണ്. സോ ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് തുന്നി പോവുക.
ആപ്ലിക് വർക്കിനകത്തുള്ള ഈ ഒരു മോട്ടീവ്സ് രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുവിധം ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരു മീഡിയം ലെവലും ഹൈ ലെവലായിട്ടും കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ബോർഡർ ഡിസൈൻ നമ്മുടെ ചാനലിൽ ഒരു ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറച്ച് ബോർഡർ ഡിസൈൻസിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസും കുറച്ച് കയറ്റാം. അതല്ല ഇനിയിപ്പോൾ ആപ്ലിക് ഡിസൈൻസ് ഒന്നും വേണ്ട, നമുക്ക് വേറെ ടൈപ്പ് ഓഫ് വീഡിയോസ്, എംബ്രോയ്ഡറി ടൈപ്പ് വീഡിയോസാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക. നമുക്ക് അടുത്ത വീഡിയോസ് എങ്ങനത്തെയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആപ്ലിക് വർക്കിൻ്റെയും കൂടി ബോർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക. എന്താണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം ഒന്ന് പറയണം കേട്ടോ. സോ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതുമാതിരി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഷ്രിങ്ക് ചെയ്യാത്ത ഏതൊരു ഫാബ്രിക്കും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്, കളർ ബ്ലീഡ് ചെയ്യാത്തത്. സോ ഒന്ന് വാഷ് ചെയ്ത്, ഇപ്പോൾ ഷ്രിങ്ക് ചെയ്യുന്ന ഫാബ്രിക് ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കളർ ഗാർഡ് യൂസ് ചെയ്തൊന്ന് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ ആപ്ലിക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇത് ഏത് ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുക നമുക്ക്. കാരണം ചെയ്തിട്ട് ആ ഫാബ്രിക് ശരിയല്ല എന്നുണ്ടെങ്കിൽ നൂല് മൊത്തം വലിഞ്ഞ് വരില്ലേ. പക്ഷേ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ പോളിസ്റ്റർ ആയിട്ടുള്ള ഫാബ്രിക് നന്നായിട്ട് നൂല് വിടർന്ന് വരുന്ന ഫാബ്രിക് ആണെങ്കിൽ പോലും അതും ഉള്ളിലോട്ട് പ്രോപ്പറായിട്ട് വെച്ച് അടുപ്പിച്ച് ഹെമ്മിങ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫാബ്രിക് പോലും ഇത് പ്രശ്നം തരില്ല. പിന്നെ അറിയാലോ, നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റഫ് വാഷോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് വാഷ് തന്നെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾക്കിപ്പോൾ ത്രെഡ് വർക്ക് ചെയ്തേക്കണ ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണമല്ലോ. ആ രീതിയിലുള്ളൊരു കെയർ ഇതിനും കൊടുക്കേണ്ടി വരും. ഇത് ആപ്ലിക് വർക്ക് ഡിസൈൻസ് നമുക്ക് നെക്കിൽ ചെയ്യുന്നതൊക്കെ ഉണ്ട്. നെക്കിൽ ചെയ്യുന്ന ബോർഡേഴ്സായിട്ട് സാരിയിലെ ബോർഡർ മൊത്തത്തിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയ്ക്കാണ് നല്ലൊരു വ്യൂ ഇത് വന്നത്. നമുക്ക് അടുത്ത വീഡിയോസിനും എങ്ങനെയാണെന്ന് റെസ്പോണ്ടെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ബോർഡേഴ്സ് അതിലേക്കൊക്കെ നമുക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത പെറ്റൽ ചെയ്യുകയാണ്. അടുത്ത പെറ്റൽ നോക്കുക, ഇതേപോലെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. കോർണറിൻ്റെ അവിടെ ഒന്ന് കുത്തിയിട്ട് ഞാൻ ഒന്നും കൂടി കുത്തിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് ചെയ്തു പോകുന്നത്. എപ്പോഴും ആ കോർണേഴ്സ് വരുന്ന ഭാഗങ്ങളിൽ അങ്ങനെ പുറത്തേക്ക് കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളത് കറക്റ്റ് പോയിൻറ്റഡ് ആയിട്ട് തന്നെ നിൽക്കാനായിട്ടും ത്രെഡുകളൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ കട്ട് ചെയ്ത ഭാഗങ്ങളിലുള്ള ത്രെഡൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം എക്സ്ട്രാ ഒന്ന് കുത്തി തുന്നുന്നതിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. അവിടെ കോർണറിൻ്റെ അവിടെ എക്സ്ട്രാ ഒരു ഇതെങ്കിലും എക്സ്ട്രാ ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സോ ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് സ്പീഡിൽ ഞാൻ കാണിക്കുകയാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്.
സോ അങ്ങനെ ഞാനിത് ഡിസൈൻസ് മൊത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൊത്തം. അതിനുശേഷം കെട്ടിട്ടെടുക്കുക. പിന്നീട് നമ്മൾ ആദ്യം തന്നെ കുത്തി തുന്നി വെച്ചിരിക്കുന്നത്, അത് ജോയിൻ ചെയ്യാനായിട്ട് തുന്നി വെച്ചിരിക്കുന്നത് അഴിച്ചിങ്ങോട്ട് എടുക്കുക. ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് മാതിരി വെറുതെ ഒന്ന് കൊടുത്തിരിക്കുന്നതല്ലേ, അതിങ്ങനെ അങ്ങോട്ട് അഴിച്ച് മാറ്റി കൊടുക്കുക. സോ നമ്മളൊരു ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. നോക്കുക, ഇതാണ് ഒരു ഫ്ലവർ ഡിസൈൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോ എങ്ങനെയാണ്, ഇഷ്ടമായോ, ഡിസൈൻ എങ്ങനെയാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇതിലും സിമ്പിളായിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ, എംബ്രോയ്ഡറി റിലേറ്റഡ് അല്ലെങ്കിൽ ആപ്ലിക് റിലേറ്റഡ് എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് അറിയിക്കുക. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.